ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. രാമകഥ രസവാഹിനി ഭാഗം 29. പ്രശ്നോത്തരിയും തത്വങ്ങളും. അധ്യായം 29. സന്തുഷ്ടയായ അയോധ്യ. പ്രശ്നോത്തരി. പോകുന്ന വഴിയിൽ എവിടെയൊക്കെയാണ് രാമൻ സന്ദർശിച്ചത്? അഗസ്ത്യ മഹർഷിയുടെയും മറ്റു മഹർഷിമാരുടെയും ആശ്രമങ്ങൾ, ചിത്രകൂടത്തിലെ മഹർഷിമാർ എന്നിവരെയെല്ലാം സന്ദർശിച്ച് അനുഗ്രഹം തേടി. നിഷാദ രാജ്യത്തിലെത്തിയപ്പോൾ രാമൻ എന്തു ചെയ്തു? പുഷ്പക വിമാനം താഴെ ഇറക്കി ഗുഹനെ ആലിംഗനം ചെയ്തു. ഗംഗാദേവി കടക്കുവാൻ തോണി വേണമെന്ന് ഗുഹനോട് ആവശ്യപ്പെട്ടു. പുഷ്പവിമാനം ആരുടേതായിരുന്നു? രാമൻ എന്തു ചെയ്തു? കുബേരൻ്റേത്. രാമൻ പുഷ്പക വിമാനത്തെ കുബേരന് തിരിച്ചു അയച്ചു കൊടുത്തു. അയോധ്യയിൽ പ്രവേശിക്കുന്നതിന് ഒരു ദിവസം കൂടി ബാക്കിയുണ്ടായിരുന്നതിനാൽ രാമൻ എന്തു ചെയ്തു? ബ്രാഹ്മണ വേഷം ധരിച്ച് അയോധ്യയിൽ ചെന്ന് ഭരതൻ്റെയും മറ്റുള്ളവരുടെയും സ്ഥിതിഗതികൾ അറിഞ്ഞു വരുവാൻ ഹനുമാനെ നിയോഗിച്ചു. ഹനുമാൻ കണ്ട അയോധ്യയുടെ സ്ഥിതി എന്തായിരുന്നു? പരിതാപകരമായിരുന്നു. അയോധ്യാവാസികൾ ക്ഷീണിതരും ദുഃഖിതരുമായിരുന്നു. ജടപിടിച്ച മുടിയും ക്ഷീണഗാത്രവും നിറഞ്ഞ കണ്ണുകളും ഉത്കണ്ഠ കൊണ്ട് തളർന്നവനുമായി ഭരതനെ കണ്ടു. ഹനുമാൻ ഭരതനോട് എന്താണ് പറഞ്ഞത്? ആർക്കു വേണ്ടിയാണോ ഭരതൻ ഈ നീണ്ടകാലം കാത്തിരുന്നത്? ആരാണോ സർവ്വലോകങ്ങളിലും സത്യവും ധർമ്മവും പരിപാലിക്കുന്നത്? ആ ശ്രീരാമൻ എല്ലാ ശത്രുക്കളുടെയും മേൽ വിജയം നേടിയിരിക്കുന്നു. താങ്കൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യത്തിന് ഹനുമാൻ നൽകിയ ഉത്തരം എന്താണ്? താൻ വായുപുത്രനായ ഹനുമാനാണെന്നും സഞ്ജീവനിഗിരിയുമായി ആകാശത്തുകൂടി പോയപ്പോൾ അങ്ങയുടെ മുമ്പിൽ വീണ വാനരനാണെന്നും പറഞ്ഞു. ഹനുമാൻ എന്ത് വിവരമാണ് ഭരതനെ ധരിപ്പിച്ചത്? ശ്രീരാമൻ അയോധ്യ നഗരിക്ക് സമീപത്ത് എത്തിയിട്ടുണ്ടെന്നും താമസിയാതെ അങ്ങേക്ക് അദ്ദേഹത്തെ ദർശിക്കാമെന്നും അറിയിച്ചു. ഹൃദയശുദ്ധിയിലും ബുദ്ധിസാമർഥ്യത്തിലും സദ്ഗുണസമ്പന്നതയിലും ഭരതനെ പോലൊരു സഹോദരൻ ലോകത്ത് ഒരിടത്തും ഇല്ലെന്നും ശ്രീരാമൻ പ്രഖ്യാപിച്ചതായി ഭരതനെ അറിയിച്ചു. നന്ദിഗ്രാമത്തു നിന്നും അയോധ്യയിലെത്തിയ ഭരതൻ രാമനും മറ്റും തിരികെ വരുന്ന വിവരം ആദ്യം ആരെയൊക്കെയാണ് അറിയിച്ചത്? കുലഗുരു വസിഷ്ഠനെയും മാതാക്കളെയും. ഭരതൻ രാമലക്ഷ്മണന്മാരെയും സീതയെയും സ്വീകരിക്കാൻ എങ്ങനെയാണ് പോയത്? മഹർഷിമാർ, വിദ്വാൻമാർ, ഗൃഹനാഥന്മാർ, പൗരമുഖ്യർ, ചതുരംഗപ്പട, സുമന്ത്രരുടെ നേതൃത്വത്തിൽ 3 രാജ്ഞിമാരും മന്ത്രിമാരും അടങ്ങിയ സംഘത്തെ ശത്രുഘ്നൻ്റെ ഒപ്പം മുമ്പിൽ നടന്നുകൊണ്ട് ഭരതൻ സ്വാഗതം ചെയ്ത് സ്വീകരിക്കുവാനായി പോയി. അമ്മമാരെ കണ്ടപ്പോൾ സുഗ്രീവനും മറ്റും എന്താണ് പറഞ്ഞത്? ഈശ്വരന് തന്നെ ജന്മം കൊടുത്ത മാതാക്കളെ ദർശിക്കുവാൻ സാധിച്ചുവല്ലോ. പൂജാർഹരായ ഭവതിമാർ ഞങ്ങളെ അനുഗ്രഹിക്കണം. അയോധ്യ നഗരവാസികൾ സീതയെയും രാമലക്ഷ്മണന്മാരെയും എങ്ങനെയാണ് സ്വീകരിച്ചത്? ഓരോ വസതിയുടെ മുമ്പിലും കനക കലശങ്ങളിൽ വർണ്ണജലം നിറച്ചും അയോധ്യയിലെ എല്ലാ വീഥികളും കൊടി തോരണങ്ങളാൽ അലങ്കരിച്ചും നാനാദീപങ്ങളുടെ ശോഭം കൊണ്ടും ആർപ്പുവിളികളോടെയും ജയ ജയ രാമജപത്തോടെയും പുഷ്പവൃഷ്ടി ചെയ്തും അയോധ്യ നഗരവാസികൾ സീതാരാമന്മാരെയും ലക്ഷ്മണനെയും കൂട്ടരെയും സ്വീകരിച്ചു. തത്വങ്ങൾ. അധ്യായം സന്തുഷ്ടയായ അയോധ്യ. വാനര സമൂഹത്തിൻ്റെ ജയാരവത്തോടെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും പുഷ്പക വിമാനത്തിൽ ഉപവിഷ്ടരായി. വിഭീഷണൻ, ഹനുമാൻ, സുഗ്രീവൻ ആദിയായവരും മറ്റുള്ളവരും വിമാനത്തിൽ കയറി. വിമാനത്തിൽ ഇരുന്നു കൊണ്ട് ശ്രീരാമൻ യുദ്ധഭൂമിയിലെ പ്രധാന വീരന്മാർ വീരമൃത്യു പ്രാപിച്ച സ്ഥലങ്ങൾ സീതയ്ക്ക് കാണിച്ചു കൊടുത്തു. രാമേശ്വരം, രാമസേതു തുടങ്ങിയതൊക്കെ കണ്ടുകൊണ്ട് പോയ അവർ വളരെ വേഗത്തിൽ ദണ്ഡകാരണ്യത്തിൽ എത്തിച്ചേർന്നു.
അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിനു സമീപം വിമാനം നിർത്തി അതിൽ നിന്നിറങ്ങി മഹർഷിമാരോടെല്ലാം ആദരവ് പ്രകടിപ്പിച്ചു. ചിത്രകൂടാചലത്തിലും മഹർഷിമാരെ വന്ദിച്ച ശേഷം മുന്നോട്ടു പോയപ്പോൾ കിഷ്കിന്ധ നഗരിയുടെ മുകൾ ഭാഗത്തെത്തി. പ്രയാഗിലെത്തിയപ്പോൾ അയോധ്യയുടെ വിദൂര ദർശനം അവർക്ക് ലഭിച്ചു. നിഷാദ രാജാവായ ഗുഹൻ വിമാനം കണ്ടപ്പോൾ തന്നെ നമസ്കരിച്ചു. വിമാനം അവിടെ ഇറക്കി. കുബേരനിൽ നിന്നും രാവണൻ പിടിച്ചെടുത്ത പുഷ്പക വിമാനത്തെ ശ്രീരാമൻ കുബേരന്റെ സമീപത്തേക്ക് മടക്കി അയച്ചു. അയോധ്യയിൽ പ്രവേശിക്കുവാൻ ഇനിയും ഒരു ദിവസം കൂടി ബാക്കിയുണ്ടായിരുന്നു. അതിനാൽ ശ്രീരാമൻ ഹനുമാനോട് ബ്രാഹ്മണ വേഷത്തിൽ അയോധ്യയിൽ ചെന്ന് തങ്ങളുടെ വിവരങ്ങൾ ഭരതനെ അറിയിക്കുവാനും ഭരതന്റെ വിവരങ്ങൾ മടങ്ങിവന്ന് അറിയിക്കുവാനുള്ള ദൗത്യം ഏൽപ്പിച്ചു. സീതാലക്ഷ്മണ സമേതം ശ്രീരാമൻ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു. അയോധ്യ നഗരിയും ജനങ്ങളും ചൈതന്യഹീനരായി ദീനമായ അവസ്ഥയിലാണെന്ന് ഹനുമാൻ കണ്ടു. ഭരതന്റെ വലത് കണ്ണും ഭുജവും തുടിച്ചതിനാൽ ശ്രീരാമനിൽ നിന്നും ശുഭവാർത്ത ലഭിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അവിടെ ആഗതനായ ഹനുമാൻ ശ്രീരാമനിൽ പൂർണ്ണ ശരണാഗതനായി ജടാവൽക്കലങ്ങൾ അണിഞ്ഞ് കൃശഗാത്രനായി തീർന്ന ഭരതന്റെ ഭക്തി കണ്ട് പുളകിതഗാത്രനായി. വിജയശ്രീ ലാളിതനായി ശ്രീരാമൻ മടങ്ങിയെത്തുന്ന അമൃതോപമമായ വാർത്ത ഹനുമാൻ ഭരതന് നൽകുന്നു. താൻ വായുപുത്രനായ ഹനുമാനാണെന്നും സഞ്ജീവനിയുമായി പോകുമ്പോൾ അങ്ങയുടെ മുമ്പിൽ വീണ വാനരനാണ് താനെന്നും ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തുന്നു. ഭരതന്റെ ഭക്തിയും അർപ്പണഭാവവും ഹനുമാനെ ആശ്ചര്യഭരിതനാക്കുന്നു. ഹൃദയശുദ്ധിയിലും ബുദ്ധിസാമർഥ്യത്തിലും സദ്ഗുണ സമ്പന്നതയിലും ഭരതന് തുല്യനായ ഒരു സഹോദരനെ ഈ ലോകത്ത് വേറെ കാണുവാനാകില്ലെന്ന് ശ്രീരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ഹനുമാൻ പറഞ്ഞു. അയോധ്യ നഗരിക്ക് സമീപത്ത് തന്നെ സീതാരാമന്മാരും ലക്ഷ്മണനും ഉണ്ടെന്നുള്ള വിവരം നൽകിയിട്ട് ഹനുമാൻ മടങ്ങിപ്പോയി. ശ്രീരാമനോട് താൻ കണ്ട കാര്യങ്ങൾ വിശദമായി പറയുന്നു. ഹൃദയസ്പർശിയായ പ്രേമത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭക്തിയുടെയും ശരണാഗതിയുടെയും വിവരണം ഭഗവാൻ ബാബ വർണ്ണിച്ചിരിക്കുന്നത് അനുവാചക ഹൃദയങ്ങളിൽ നല്ല ഒരു വാങ്മയ ചിത്രം നൽകുന്നു. ശ്രദ്ധയോടെ പാരായണം ചെയ്താൽ നാം അവിടെയുണ്ടെന്നും അവരെയെല്ലാം നേരിൽ കണ്ട് അവരുടെ വികാരങ്ങൾ അനുഭവിക്കുകയാണെന്നും തോന്നും. സ്വാമി തൻ്റെ പൂർവ്വ അവതാരത്തിൻ്റെ ചരിത്രമാണല്ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. സ്വാമിയുടെ അപാരമായ കാരുണ്യം ാണ് രാമകഥാ രസവാഹിനി എന്ന ഈ അമോഘമായ പുസ്തകം. ഭരതൻ നന്ദിഗ്രാമത്തിൽ നിന്നും അയോധ്യയിലെത്തി. ആദ്യം കുലഗുരുവിനെയും പിന്നീട് മാതാക്കന്മാരെയും ഈ സുവിശേഷം അറിയിക്കുന്നു. ഈ മംഗളവാർത്ത അയോധ്യയിൽ പരക്കുന്നു. അമ്മമാർ, മന്ത്രിമാർ, പൗരപ്രമുഖന്മാർ തുടങ്ങി ഒരു വൻപിച്ച ജനാവലിയും ചതുരംഗ സേനയും ഭരതശത്രുഘ്നന്മാരെ അനുഗമിച്ചു. ശ്രീരാമൻ തൻ്റെ സുഹൃത്തുക്കൾക്ക് അയോധ്യയെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭരതനും സംഘവും പ്രത്യക്ഷപ്പെട്ടു. ആ ജനക്കൂട്ടം ഒന്നടങ്കം ഹേമചന്ദ്രന്റെ ദർശനത്താൽ വേലിയേറ്റമുണ്ടാകുന്ന സമുദ്രത്തെ പോലെ ആനന്ദസാഗരത്തിൽ ആറാടി. രാമലക്ഷ്മണന്മാരും സീതയും അമ്മമാരുടെയും വസിഷ്ഠൻ, ജാബിലി, വാമദേവൻ ആദിയായ മഹർഷിമാരെയും വന്ദിച്ചു. ഭരതന്റെ പ്രജാവാത്സല്യവും ഭക്തിയും ശ്രീരാമൻ ഉറക്കെ പ്രശംസിച്ചു. സഹോദരന്മാർ പരസ്പരം ആശ്ലേഷിച്ചു. വിയോഗത്തിൻ്റെ വിഷാദം സംയോഗത്തിൻ്റെ ആനന്ദത്തിന് വഴിമാറിക്കൊടുത്തു. ശ്രീരാമൻ തൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കളെ ഗുരുക്കന്മാർക്കും അമ്മമാർക്കും പരിചയപ്പെടുത്തി. ഈശ്വരന് ജന്മം കൊടുത്ത് വളർത്തിയ അമ്മമാരെ ദർശിക്കുവാൻ കഴിഞ്ഞ ഭാഗ്യത്തെ കുറിച്ച് വിഭീഷണനും സുഗ്രീവനും മറ്റും പറഞ്ഞു. അവരെല്ലാവരും രാമനെ പോലെ തനിക്ക് പ്രിയപ്പെട്ടവരാണെന്ന് കൗസല്യാദേവി പറയുന്നു. അയോധ്യ നഗരി ദീപാലങ്കാരത്താൽ വെട്ടിത്തിളങ്ങി. അയോധ്യാവാസികൾ ശ്രീരാമനെ സ്വീകരിക്കുവാൻ ഹർഷോന്മാദത്തോടെ കാത്തുനിന്നു. ശ്രീരാമനെ വഹിച്ച രഥം നഗരവീഥികളിൽ പ്രവേശിച്ചപ്പോൾ ആരതിയൊഴിഞ്ഞവർ തങ്ങളുടെ പ്രാണപ്രിയനെ സ്വീകരിച്ചു. 14 നീണ്ട വർഷങ്ങൾ അവർ ക്ഷമയോടെ സങ്കടത്തോടെ കാത്തിരുന്നത് ഈ ഒരു മുഹൂർത്തത്തിനു വേണ്ടിയായിരുന്നു. ഈ അധ്യായം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പ്രേമസ്വരൂപനും ധർമ്മിഷ്ഠനും സത്യനിഷ്ഠനും ആയ ഒരു നേതാവ് ഒരു രാജ്യത്തിലെ പൗരന്മാരെ എല്ലാം
പൗരന്മാർക്കെല്ലാവർക്കും പ്രാണന് സമാനനായി തീരുന്നു. ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുന്ന ത്യാഗികളായ അപൂർവ സഹോദരന്മാരെയും ധർമ്മസംരക്ഷണത്തിന് തങ്ങളുടെ നേതാവിന് എല്ലാ സഹായങ്ങളും നൽകുന്ന അപൂർവ സുഹൃത്തുക്കളെയും തൻ്റെ സ്വാമിക്ക് വേണ്ടി മറുചോദ്യം ചോദിക്കാതെ സർവസ്വവും സമർപ്പിക്കുന്ന ഒരു ദാസനെയും നാം ഇവിടെ കാണുന്നു. അവരുടെ ശ്രേഷ്ഠമായ ചരിത്രം നമ്മിൽ ആനന്ദാനുഭൂതി നിറയ്ക്കുന്നു. ജയ സായിരാം.